വിഷയത്തിൽ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി എൻ.കെ. പ്രേമചന്ദ്രൻ. സമരം അവസാനിപ്പിക്കാൻ ഒരു തരത്തിലുള്ള ചർച്ചയും താൻ നടത്തിയിട്ടില്ല. തന്റെ പേര് വലിച്ചിഴച്ചത് ദൗർഭാഗ്യകരമെന്നും പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. അതേസമയം സമരം അവസാനിപ്പിക്കാൻ ആരാണ് മുൻകൈയെടുത്തത് എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന വാദവുമായിരുന്നു ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത്. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടതുപ്രതിനിധിയായി എൻ.കെ. പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടുവെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നാണ് പ്രേമചന്ദ്രൻ പ്രതികരിച്ചത്. സമരം അവസാനിപ്പിക്കാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ താൻ ഇടപെട്ടിട്ടില്ല. LDF തന്നെ നിയോഗിച്ചിട്ടുമില്ല. എന്റെ പേര് വലിച്ചിഴച്ചത് ദൗർഭാഗ്യകരമാണെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. അതിന്റെ നേതൃപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം, സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ സംബന്ധിച്ച് എനിക്ക് ഒരറിവുമില്ല, ഒരു ധാരണയുമില്ല, ഒരു തരത്തിലുള്ള ദൗത്യവും എന്നെ ഏൽപ്പിച്ചിരുന്നുമില്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, LDF യോഗത്തിന് ശേഷം അതിനുശേഷം നടന്ന യോഗങ്ങളിൽ അന്ന് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ മുമ്പാകെയുള്ള ടേംസ് ഓഫ് റെഫറൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കിയത് ഞാനാണ്. സമരം LDFന് രാഷ്ട്രീയമായി ഗുണം ചെയ്തു. സമരം അവസാനിപ്പിക്കാൻ അവിഹിതമായ ഇടപെടൽ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. ഒരു ഡീൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകണം. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരിടപെടും, രാഷ്ട്രീയ പ്രവർത്തകരിടപെടും, രണ്ട് ഭാഗത്തും നിൽക്കുന്നവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് അതിന് വാർത്താ പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതും. ഇവിടെ അങ്ങനെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു ആക്ഷേപം, ആരോപണം ഇതേവരെ ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം സമരം അവസാനിപ്പിക്കാൻ ആരാണ് മുൻകൈയെടുത്തത് എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന വാദമായിരുന്നു ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത്. ഇവിടെ ഇനീഷ്യേറ്റീവ് അല്ലല്ലോ പ്രശ്നം. ഇവിടെ ഈ സമരത്തിനുള്ള ഇനീഷ്യേറ്റീവ് അല്ലേ പ്രധാനപ്പെട്ട കാര്യം. സമരത്തിന് അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. TP കേസിൻ്റെ തുടക്കം മാത്രമേ ഉള്ള കാര്യം. ആ TP കേസിനകത്ത് അന്വേഷണ സംഘത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വെച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നപ്പോൾ എന്തിനാണ് TP കേസുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? ജോൺ ബ്രിട്ടാസ്, ചെറിയാൻ ഫിലിപ്പ് എന്നിവരുടെ പ്രതികരണങ്ങൾക്ക് പിന്നാലെ എൻ.കെ. പ്രേമചന്ദ്രന്റെ പ്രതികരണം കൂടി വന്നപ്പോൾ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ചീട്ടുകൊട്ടാരം പോലെ പൂർണ്ണമായി തകർന്നു. ഇനി വെളിപ്പെടുത്തൽ ലക്ഷ്യമിട്ടിരുന്നത് എന്ത് എന്നതാണ് ബാക്കിയാക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.